ഉമ്മച്ചെടുത്തിട്ട് ആരെങ്കിലും ഉണ്ടോ? ആ സിസ്റ്ററെ, ഡോക്ടർ വിളിക്കുന്നുണ്ട്. ഇരിക്കെ. ഇന്നലെ വരെ അമ്മച്ചി മരുന്നുകളോട് നന്നായി പ്രതികരിച്ചിരുന്നു. ഇന്ന് വീണ്ടും സ്ഥിതി മോശമായിരിക്കുകയാണ്. ഞങ്ങൾ മാക്സിമം ചെയ്യുന്നുണ്ട്. ഇനി ജീവിതത്തിലേക്കൊരു തിരിച്ചുവരവിന് ദൈവം കനിയണം. അന്ത്യകുദാശ കൊടുക്കാൻ ചേട്ടനച്ഛനെ വിളിച്ചേക്ക്. ഇപ്പോൾ കൊടുക്കുമായിരിക്കും നല്ലത്. ഡോക്ടറെ, ജീവൻ രക്ഷിക്കാൻ മാക്സിമം ശ്രമിക്കണേ. കാരണം അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞുനാൾ മുതൽ അപ്പനും അമ്മയൊക്കെ ആയിട്ട് ഇവർക്ക് ഈ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം വലിയ പിള്ളേരായെങ്കിലും സ്വന്തമായിട്ടൊന്ന് പറയാനൊരു അമ്മയുണ്ടെങ്കിൽ അതാണല്ലോ ഈ പിള്ളേർക്കുള്ള ഏറ്റവും വലിയ ആശ്വാസം. നമുക്ക് ശ്രമിക്കാം. നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ. ഹലോ ചേട്ടനച്ചാ, അമ്മയ്ക്ക് സീരിയസ് ആണ്. ഇനി അധികം നേരം ഉണ്ടാവില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പനും ഇല്ലാത്തല്ലേ, നിനക്ക് വേഗം വരാൻ പറ്റുമോ? ഞാൻ കുർബാനയ്ക്ക് കയറാൻ പോവാണല്ലോടാ. കുർബാനേൻ്റെ നീർത്തുമ്പോഴേക്കും അമ്മയുണ്ടാവുമെന്നറിയില്ല. വിണ്ണിൻ വാതിൽ ചായ്ച്ചെന്നുള്ളിൽ വാണിടും ഈശോയേ, വാണിടും ഈശോയേ. വിണ്ണിൻ വാതിൽ ചായ്ച്ചെന്നുള്ളിൽ വാണിടും ഈശോയേ, വാണിടും ഈശോയേ. ഈശോ നിന്നെ കാണുമ്പോൾ നെഞ്ചിനുള്ളിൽ പൂവിടുന്ന മോഹം, നിന്നമ്മ മേരി നെയ്തെടുത്ത തങ്കവർണ്ണ ചേലൊത്ത കുപ്പായം, ആ കുർബാന കുപ്പായം, കുർബാന കുപ്പായം. വിണ്ണിൻ വാതിൽ ചായ്ച്ചെന്നുള്ളിൽ വാണിടും ഈശോയേ, വാണിടും ഈശോയേ. ബാല്യത്തിലെപ്പോഴോ വിങ്ങുന്നൊരാശയാൽ ദ്യോവിൻ്റെ മന്ന നീ വാണിരുന്നു. ബാല്യത്തിലെപ്പോഴോ വിങ്ങുന്നൊരാശയാൽ ദ്യോവിൻ്റെ മന്ന നീ വാണിരുന്നു. നെഞ്ചു മുറിച്ചു നീ സ്നേഹം വിളമ്പുമ്പോൾ, നെഞ്ചു മുറിച്ചു നീ സ്നേഹം വിളമ്പുമ്പോൾ ഞാൻ എന്നെന്നും കൊതിച്ചിരുന്നു. ആ തങ്കവർണ്ണ നൂലുകൊണ്ട് അമ്മ മേരി തുന്നിടുന്ന കുപ്പായം, ആ കുർബാന കുപ്പായം, കുർബാന കുപ്പായം.
കുപ്പായം വിണ്ണിൻ വാതിൽ ചായ്ച്ചെന്നുള്ളിൽ വാണിടും ഈശോയേ വാണിടും ഈശോയേ. കണ്ണിമ ചിമ്മാതെ കാക്കുമെന്നീശോയെ എന്നിരുപാണിയിൽ ഏന്തിടുവാൻ. കണ്ണിമ ചിമ്മാതെ കാക്കുമെന്നീശോയെ എന്നിരുപാണിയിൽ ഏന്തിടുവാൻ. ഈശോ കൊതിക്കുന്ന അഭിഷിക്തനാക്കി എന്നെ ഈശോ കൊതിക്കുന്ന അഭിഷിക്തനാക്കി എന്നെ റൂഹായി നീ അണിയിക്കണേ. നിൻ സ്വർഗനാട്ടിൽ ദൂതരൊത്തെന്നമ്മ മേരി തുന്നിടുന്ന കുപ്പായം ആ കുർബാന കുപ്പായം കുർബാന കുപ്പായം വിണ്ണിൻ വാതിൽ ചായ്ച്ചെന്നുള്ളിൽ വാണിടും ഈശോയേ വാണിടും ഈശോയേ. ഈശോ നിന്നെ കാണുമ്പോൾ നെഞ്ചിനുള്ളിൽ പൂവിടുന്ന മോഹം നിന്നമ്മ മേരി നെയ്തെടുത്ത തങ്കവർണ്ണ ചേലൊത്ത കുപ്പായം ആ കുർബാന കുപ്പായം കുർബാന കുപ്പായം. മാതാവിൻ്റെ ഈ രൂപ അച്ഛന് ഓർമ്മയുണ്ടാകും. ബാച്ചുകാരും കൂട്ടുകാരൊക്കെ ഇന്നലെ വന്നിരുന്നു. ചേട്ടനച്ഛൻ്റെ മുറി വൃത്തിയാക്കിയപ്പോൾ അവർ കൊണ്ടുവന്നതാ. അവനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവനെ ഉപരിപഠനത്തിന് വിടാൻ തീരുമാനിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ സ്വപ്നം മറ്റൊന്നായിരുന്നു. ജീവിതത്തിലേക്ക് ഇനി ഒരു തിരിച്ചുവരവിനുള്ള ഒരു സാധ്യതയിലായിരുന്നിട്ടും ഇനിയും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം ദൈവം എനിക്ക് തന്നത് ഞങ്ങളുടെ അച്ഛൻ കുഞ്ഞിനെ സ്വർഗത്തിലേക്ക് യാത്രയാക്കാനായിരുന്നെന്ന് ഇപ്പോഴാണ് അച്ഛൻ എനിക്ക് മനസ്സിലായത്. കുഞ്ഞുനാൾ മുതൽ അവൻ എവിടെ പോയാലും ഞാൻ അവനെ ഒരുക്കി വിടണമെന്ന് അവന് വലിയ നിർബന്ധമായിരുന്നു. സ്വർഗത്തിലേക്കുള്ള അവൻ്റെ ഈ യാത്രയിലും അതിനൊരു കുറവും വന്നില്ല. പരിശുദ്ധ അമ്മ കാൽവരിയിലൂടെ ഈശോയെ സ്വർഗത്തിലേക്ക് യാത്രയാക്കിയല്ലേ, അതുപോലെ. സാധാരണ അച്ഛന്മാർ മരിച്ചു കഴിയുമ്പോൾ പുത്തൻ കുർബാനയ്ക്ക് ഉപയോഗിച്ച കുർബാനക്കുപ്പായം അണിയിച്ചാണ് അച്ഛന്മാരെ കല്ലറകളിൽ അടക്കം ചെയ്യുന്നത്. ഈ കുർബാനക്കുപ്പായം ഭൂമിയിൽ അലിഞ്ഞു ചേരാൻ സമയമായില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം ഈ കുപ്പായം ഞങ്ങൾ ഊരിയെടുത്തത്. അമ്മച്ചി നെയ്തെടുത്ത കുപ്പായത്തിൽ ഞങ്ങളുടെ അച്ഛൻ കുഞ്ഞിൻ്റെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നെന്ന് ഞങ്ങൾക്കറിയാം. അതിനേക്കാളൊക്കെ ഉപരി ഈ കുപ്പായത്തിൽ അമ്മച്ചിയുടെ ഹൃദയമുണ്ട്. അപ്പച്ചൻ്റെ വിയർപ്പുണ്ടായിരുന്നു, അനിയൻ്റെ വാത്സല്യം ഉണ്ടായിരുന്നു. ഇനി ഈ കുർബാനക്കുപ്പായം ഈ വീട്ടിലിരിക്കട്ടെ. ഒരുപാട് പേരുടെ കുർബാനക്കുപ്പായം എന്ന സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ. കാതലുള്ള ചില ദൈവവിളികൾ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. ചില മാതാപിതാക്കൾ അവരുടെ മക്കളെ
ചില വ്യത്യസ്ത സ്വപ്നങ്ങൾ കണ്ടുറങ്ങാൻ പഠിപ്പിക്കും. സ്വപ്നങ്ങളെത്തിപ്പിടിക്കാൻ അവരെ ഒരുക്കും. അങ്ങനെ അൾത്താരയും ബലിപീഠവും മാലാഖമാരും കുർബാനക്കുപ്പായവുമൊക്കെ അവരുടെ കൂട്ടുകാരായി മാറും. മാതാപിതാക്കളുടെ കണ്ണുനീർ തുള്ളികൾ ആ സ്വപ്നങ്ങളുടെ കാവലായും.